വെൽക്കം സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4-ലെ ഗ്രീഡി അൽഗോരിതം ആണ് ഫോർ പ്രോബ്ലം സോൾവിംഗ്. ഗ്രീഡി അൽഗോരിതം ഫോർ പ്രോബ്ലം സോൾവിംഗ്. ഇപ്പൊ ഗ്രീഡി അൽഗോരിതം എന്ന് പറയുന്നത് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ്. ഇത് ലോക്കലി ഒപ്റ്റിമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും പ്രശ്നത്തെ എന്ത് ചെയ്യുന്നു, പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പിലും ഇത് എന്ത് ചെയ്യുന്നു, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സിനെ, ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ചോയ്സിനെ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ഓരോ സ്റ്റെപ്പിലും ഏറ്റവും നല്ല ഡിസിഷൻ, ബെസ്റ്റ് ഡിസിഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതെന്തായി മാറുന്നു, അത് ഗ്ലോബലി ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് നയിക്കുന്നു. ഓരോ ഘട്ടത്തിലും ലോക്കലി ബെസ്റ്റ് സൊല്യൂഷൻ തിരഞ്ഞെടുക്കുന്നതിന് ശേഷമുള്ള ഭാഗം എന്ത് ചെയ്യുന്നു, പ്രശ്ന പരിഹാരത്തിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. ഒരു പ്രശ്നത്തിന്റെ ഗ്ലോബൽ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഗ്രീഡി അപ്രോച്ച് യൂസ് ചെയ്തിട്ട് ട്രാവലിംഗ് ഫ്രം ട്രിവാൻഡ്രം ടു എറണാകുളം യൂസിങ് ദ ഗ്രീഡി അപ്രോച്ച്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ട്രാവൽ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പൊ അതിന് 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് അതിൽ 3 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് മിനിമൈസിങ് ട്രാവൽ ടൈം, പിന്നെ മിനിമൈസിങ് കോസ്റ്റ്, പിന്നെന്താണ് സാറ്റിസ്ഫൈങ് പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ്. കുറഞ്ഞ ദൂരം, കുറഞ്ഞ സമയം, കുറഞ്ഞ ചെലവ്. ഇത് 3 നമ്മുടെ കൺസ്ട്രെയിൻസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ദ ഗ്രീഡി അപ്രോച്ച്. അറ്റ് ഈച്ച് സ്റ്റെപ്പ് ദ ഗ്രീഡി അൽഗോരിതം മേക്സ് ദ ലോക്കലി ഒപ്റ്റിമൽ ചോയ്സ് by filtering options based on the immediate constraint. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ലോക്കലി തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും ഗ്രീഡി അപ്രോച്ചിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വൺ എന്താണ്, കുറഞ്ഞ സമയമാണ്, കുറഞ്ഞ സമയം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ടു റീച്ച് ഡെസ്റ്റിനേഷൻ ക്വിക്ക്ലി വി ഫസ്റ്റ് പ്രയോറിറ്റൈസ് സ്പീഡ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് 3 ബൈക്ക്, കാറ്, ബസ്. ബൈക്കിൽ പോയാൽ 6 hours എടുക്കും, കാറിൽ പോയാൽ 4.5 hours എടുക്കും, ബസ്സിൽ പോയാലോ 5 hours എടുക്കും. ട്രെയിനിലാണെങ്കിൽ 3.5 hours, പ്ലെയിനിലാണെങ്കിൽ 1 hour, വാക്കിംഗ് ആണെങ്കിൽ 40 hours എടുക്കും. അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് മോഡ് എന്ന് പറയുന്നത് എയ്റോപ്ലെയിൻ ആണ്, 1 hour ആണ്. പിന്നെ ഉള്ളത് ട്രെയിൻ ആണ്, 3.5 hours. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഔട്ട്കം എന്ന് പറയുന്നത് എയ്റോപ്ലെയിനും ട്രെയിനുമാണ്. അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്തു. അടുത്ത സ്റ്റേജ് എന്തായിരുന്നു, കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. എമംഗ് ദ റിമൈനിങ് ഓപ്ഷൻസ് വി നൗ ഫോക്കസ് ഓൺ മിനിമൈസിങ് കോസ്റ്റ്. പ്ലെയിനിന്റെ കോസ്റ്റ് 3500 ആണ്, ട്രെയിനിന്റെ കോസ്റ്റ് 500 ആണ്. അപ്പൊ ഗ്രീഡി ഡിസിഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ കുറച്ചുകൂടി ചീപ്പർ ആയിട്ടുള്ള ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെയിനെ സെലക്ട് ചെയ്യുന്നു. സോ നെക്സ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത് ട്രെയിൻ ആണ്. പ്രാക്ടിക്കൽ കൺസ്ട്രൈൻസ്. ലാസ്റ്റ്ലി കൺസിഡർ പ്രാക്ടിക്കൽ കൺസ്ട്രൈൻസ് ലൈക്ക് അവൈലബിലിറ്റി ഓഫ് ടിക്കറ്റ്സ്, കംഫർട്ട് ഓർ പേഴ്സണൽ പ്രിഫറൻസസ്. ഇഫ് ദ ട്രെയിൻ ഹാസ് ടിക്കറ്റ്സ് അവൈലബിൾ ആൻഡ് മീറ്റ്സ് അതർ നീഡ്, ഇറ്റ് വിൽ ബി ചൂസൺ. അപ്പൊ പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സൗകര്യങ്ങളാണ്. ടിക്കറ്റ് കിട്ടുവോ, നമ്മൾ കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ട്രെയിന് ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെയിനെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ചൂസ് ചെയ്യുന്നത്. The algorithm selects the train as the final mode of transport based on minimizing time, minimizing cost and satisfying practical constraints. അപ്പൊ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ട്രെയിൻ ആണ്. Motivations for the greedy approach. The greedy approach is an effective problem solving strategy due to several key motivations. First one, simplicity and easy of implementation. സ്ട്രെയിറ്റ് ഫോർവേഡ് ലോജിക് ആണ്, മിനിമൽ റിക്വയർമെന്റ്സ് വേണ്ടി വരുന്നുള്ളൂ. രണ്ടാമത്തത് അതിന്റെ എഫിഷ്യൻസി ആണ്, ടൈം ആൻഡ് സ്പേസിലുള്ള എഫിഷ്യൻസി, എക്സിക്യൂഷൻ ഫാസ്റ്റ് ആണ്, കുറച്ച് മെമ്മറി യൂസേജ് വരുന്നുള്ളൂ. അതൊക്കെയാണ് അടുത്ത അഡ്വാൻറ്റേജ്. മൂന്നാമത്തത് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഫോർ സ്പെസിഫിക് പ്രോബ്ലംസ്. അപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയായിരിക്കും നമ്മൾ ഒപ്റ്റൈൻ ചെയ്യുന്നത്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് അതിന്റെ 4ാമത്തെ അഡ്വാൻറ്റേജ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, quick near optimal solutions. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അഡ്വാൻറ്റേജസ്, ഈസി ടു ഇംപ്ലിമെന്റ്, ടൈം കോംപ്ലക്സിറ്റി ആൻഡ് ഒപ്റ്റിമൈസേഷൻ. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്.
നോട്ട് ഗ്യാരണ്ടി ടു ഫൈൻഡ് ദ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിനും ഈ ഗ്രീഡി അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നോട്ട് ഗ്യാരണ്ടി ടു ഫൈൻഡ് ദ ബെസ്റ്റ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്രീഡി അൽഗോരിതംസ് മേ ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോക്കൽ ഒപ്റ്റിമ ആൻഡ് ഫെയിൽ ടു ഫൈൻഡ് ദ ഗ്ലോബൽ ഒപ്റ്റിമം. ചില സമയത്ത് നമ്മുടെ ഈ അപ്രോച്ച് നമ്മൾ സ്റ്റക്ക് ആവാറുണ്ട്. അപ്പം നമുക്ക് ഗ്ലോബൽ ഒപ്റ്റിമം കിട്ടാൻ പോസിബിലിറ്റി കുറയും. പിന്നെ ബാക്ക് ട്രാക്കിംഗ്, ലാക്ക് ഓഫ് ബാക്ക് ട്രാക്കിംഗ്. ഒരിക്കലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വേണ്ടി പറ്റത്തില്ല. ലാക്ക് ഓഫ് ബാക്ക് ട്രാക്കിംഗ്, അതാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഡിപ്പെൻഡൻസ് ഓൺ പ്രോബ്ലം സ്ട്രക്ചർ. ഗ്രീഡി അൽഗോരിതംസ് മേ നോട്ട് വർക്ക് വെൽ ഫോർ പ്രോബ്ലംസ് ദാറ്റ് ഡോണ്ട് ഫിറ്റ് ദ ഗ്രീഡി പാരാഡിയം. അപ്പൊ ഗ്രീഡി അപ്രോച്ചിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഇത് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലാക്ക് ഓഫ് റിഗ്രസ് പ്രൂഫ്. ഗ്രീഡി അൽഗോരിതംസ് ഓഫൻ ലാക്ക് എ റിഗ്രസ് പ്രൂഫ് ഓഫ് കറക്റ്റ്നെസ്. കറക്റ്റ് ആണോ നമുക്കൊരു പ്രൂഫ് ഇല്ല. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. താങ്ക് യു.